മാത്സ് എക്സാമിൻ്റെ 6th പാർട്ടാണ്. നമ്മുടെ റേഷ്യോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇഫ് എ ഈസ് ടു ബി ഈക്വൽ ടു 5:7, എ അംശബന്ധം ബി എന്ന് പറയുന്നത് 5 അംശബന്ധം 7 ആണ്. ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു 6:11 ആണ്. ബി അംശബന്ധം സി 6 അംശബന്ധം 11. അങ്ങനെയാണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എത്രയാണ്? എ അംശബന്ധം ബി അംശബന്ധം സി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 55:77:66. ദെൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 30:42:77 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി മീൻസ് 35:49:42 എന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ നൺ ഓഫ് ദീസ് ആണ് നമ്മൾ എഴുതുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ആൻസർ. നോക്കാം. നൺ ഓഫ് ദീസ് വരില്ല എന്നല്ല, ചിലപ്പം വരാം. പക്ഷേ ഇതിനകത്തൊരു ആൻസർ ഉണ്ട് എന്നാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എ ഈസ് ടു ബീനെ A/B ഈക്വൽ ടു 5/7 എന്ന് എഴുതാമെന്നറിയാമല്ലോ നിങ്ങൾക്ക്. അതുപോലെ തന്നെ B/C ഈക്വൽ ടു 6/11 എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. എ ഈസ് ടു ബി ഈസ് ടു സി എഴുതണം. അപ്പം ഇവിടെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് 7ഉം ഇവിടെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് 6ഉമാണ്. അപ്പോൾ ഈ രണ്ട് നമ്പറിനെ നമുക്ക് എന്താക്കണം? സെയിം ആക്കിയാൽ മതി എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിനെ എങ്ങനെ സെയിം ആക്കാം? 6നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, 7നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സെയിം ആവത്തില്ലേ രണ്ടും? അപ്പോൾ ഇവിടെ ഇൻറ്റു 7 ചെയ്യുമ്പോൾ ഈ നമ്പറും എന്താക്കണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പറിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്തായി? A/B എന്ന് പറയുന്നത് 30/42. ഇവിടെയോ B/C എന്ന് പറയുന്നത് 42/77. അപ്പോൾ ബിക്ക് രണ്ടിലെടുത്ത് ഒരേ വാല്യൂ നമുക്ക് ആൻസറായിട്ട് കിട്ടി. അപ്പം A ഈസ് ടു B ഈസ് ടു C ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതുന്ന പൊസിഷനിൽ 30:42:77 ധൈര്യമായിട്ട് എഴുതാം. ക്ലിയർ ആയോ? അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇതും റേഷ്യോയുടെ തന്നെ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. ഇഫ് 76 ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 പ്രൊപ്പോർഷണൽ ടു 7, 5, 3, 4, ദെൻ ദ സ്മോളസ്റ്റ് പാർട്ട് 7, 5, 3, 4 എന്നീ ഭാഗങ്ങളാക്കി മാറ്റുക 76 എന്ന ആ ഒരു നമ്പറിനെ. അപ്പോൾ ആ സ്മോളസ്റ്റ് പാർട്ട് ആ 76ൻ്റെ എത്ര ഭാഗമായി മാറിയിട്ടുണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഇതാണല്ലോ നമ്മുടെ റേഷ്യോസ്. അപ്പോൾ ഈ റേഷ്യോസിൻ്റെ സമ്മ് ദ ഗിവൺ റേഷ്യോസ് ആർ 7:5:3:4. ദെൻ ദ സം ഓഫ് റേഷ്യോ നമ്മൾ എടുക്കുന്നു. സം ഓഫ് റേഷ്യോ എത്രയാണ്? 7, 5, 12, 3, 15, 4, 19 സം ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം 76ൻ്റെ 19 എത്ര ഭാഗം എടുത്താൽ മതി? ഏറ്റവും വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ട്? അപ്പോൾ ഇതിനകത്ത് സ്മോളസ്റ്റ് നമ്പർ ആരാ? 3. ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയോ? സോ 3/19. അപ്പോൾ 76ൻ്റെ 19 3 ഭാഗം എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ 19 × 4 ആണ് കേട്ടോ 76. സോ 4 3s are 12. സോ അവർ ആൻസർ ഈസ് 12. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ സ്മോളസ്റ്റിന് പകരം ലാർജസ്റ്റ് ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 76 × 7/19 എടുക്കുക. അപ്പോൾ ഇവിടെ എന്താ 4 കൊണ്ട് കട്ട് ചെയ്താൽ 4 7s are 28 ആണ് ലാർജസ്റ്റ് പാർട്ട്. അപ്പോൾ ആ കിട്ടുന്ന പാർട്ടെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 76 കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പം നന്നായിട്ട് ചെയ്ത് നോക്കണം. റേഷ്യോയുടെ പാഠത്തിൽ നിന്ന് ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ.